come across the word cutting, dividing? Yes, of course. നമുക്ക് എപ്പോഴും പരിചയം അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് കട്ടിങ്. അതിപ്പോ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ പിക്ചറിൽ കാണിച്ച പോലെ ഒരു പൈനാപ്പിൾ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ആയിട്ട് അതിനെ ഹാഫ് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്യാന്ന് പറയും. അല്ലെങ്കിൽ വേറെ ഫ്രൂട്ടോ വെജിറ്റബിൾസോ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാറുണ്ട് അല്ലെ. അപ്പൊ ഡിവൈഡിങ് കട്ടിങ് എന്നുള്ള വേർഡ് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. പക്ഷേ ഇതില് മാത്തമാറ്റിക്കൽ ടേമില് ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടീച്ചർ ആകുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി അതിന്റെ കറസ്പോണ്ടിങ് മാത്തമാറ്റിക്കൽ ടേമും പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അതെ, അപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു കട്ടിങ് ഡിവൈഡിങ് എന്നുള്ള വേർഡിന്റെ മാത്തമാറ്റിക്കൽ ടേമിനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഉടനീളം നമ്മൾ കാണാൻ പോകുന്നത് അതിനെ പറ്റിയായിരിക്കും. ആ ഒരു മാത്തമാറ്റിക്കൽ ടേം കട്ടിങ് അല്ലെങ്കിൽ ഡിവൈഡിങ് എന്നുള്ളതിന് നമ്മൾ പറയുന്ന മാത്തമാറ്റിക്കൽ വേർഡ് ആണ് ബൈസെക്ടർ. എന്താണ് ബൈസെക്ടർ? സോ വാട്ട് ഈസ് എ ബൈസെക്ടർ ആക്ച്വലി? നമ്മളിപ്പോ ജനറലി പറയുവാണെങ്കിൽ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് it's a line which divides another line into two equal parts. നമുക്കൊരു ലൈൻ ഉണ്ട്, അത് വേറെ ലൈനെ ഇൻറ്റു 2 ഈക്വൽ പാർട്സ് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് എ ബൈസെക്ടർ. അതിന് ഇപ്പൊ നമ്മളിപ്പം പ്രീവിയസ് ഇതിൽ കണ്ട പോലെ ഒരു പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിളിനെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂള് മാത്രമാണ് നമ്മുടെ നൈഫ് അല്ലെ. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? രണ്ടായിട്ടായിരിക്കും. അപ്പൊ മാത്തമാറ്റിക്കലി നമ്മൾ പറയുവാണെങ്കിലോ നമുക്കൊരു ലൈൻ ഉണ്ട്, ആ വേറൊരു ലൈന് വന്നിട്ട് അതിനെ കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ലൈനെ വിളിക്കുന്ന പേരാണ് ബൈസെക്ടർ. ഒരു ലൈനാണ്, അതിനെ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു 2 ഈക്വൽ ഹാർട്സ്. നമ്മൾ ഇപ്പൊ കുറച്ചുകൂടെ നമ്മൾ എന്താണ് കട്ടിംഗ് എന്നുള്ള വേർഡ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡിംഗ് എന്നുള്ള വേർഡിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ലൈനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതൊരു ലൈൻ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു ലൈന് വേറൊരു ലൈൻ വന്ന് കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഇത് ഞാൻ മുറിക്കാൻ നോക്കുവാണ്. കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതാണ് എന്റെ ബൈസെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഇനിയും അതല്ല, ഈ ഒരു ലൈന് ഇങ്ങനെ വന്ന് വേണമെങ്കിലും ഇതിനെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഏത് ലൈന് മറ്റു ലൈനെ വന്ന് കട്ട് ചെയ്യുന്നോ അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇത് ഒത്ത നടുക്ക് വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് മുറിക്കുവാണെങ്കിൽ അതിനെ ബൈസെക്ടർ എന്ന് വിളിക്കുന്നത്. ഇൻറ്റു 2 ഈക്വൽ പാർട്സ് ആയിട്ട്, ഒന്നും കൂടി ഒന്നും കുറഞ്ഞും വരത്തില്ല. ഇനി അതേപോലെ തന്നെ ലൈനിന് ഒരു ആംഗിളിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും അതേപോലെ. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനിയും ഈ ബൈസെക്ടർ ഓഫ് എ സെഗ്മെന്റ്, അപ്പൊ നമ്മൾ ഒരു ലൈൻ സെഗ്മെന്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബൈസെക്ടർ നമ്മൾ ബൈസെക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോ കണ്ടു ഈ ഒരു ലൈനെ വേറൊരു ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതിന് പാസ് ചെയ്യുന്ന അതിന്റെ മിഡ് പോയിന്റിൽ കൂടെ ആയിരിക്കും, ആ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റിൽ കൂടെ ആയിരിക്കും എന്ത് ഈ ബൈസെക്ടർ പാസ് ചെയ്യുക. Okay, so the bisector of a segment always contains the midpoint of the segment. Okay, now ഇനി ബൈസെക്ടറും ഐസോസെലസ് ട്രയാങ്കിളും തമ്മിലുള്ള ബന്ധം എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം, ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. നമ്മൾ നേരത്തെ പ്രീവിയസ് സെക്ഷൻസിൽ കണ്ടിരുന്നു എങ്ങനെയാണ് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എന്നുള്ള പ്രൂവ് ചെയ്യുക, അതിന്റെ ആംഗിൾസ് എങ്ങനെയാണ്, സൈഡ്സ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇതിനകത്തില് ഈക്വൽ സൈഡ്സ് ആണല്ലോ. ഈക്വൽ സൈഡ്സ് ആകുമ്പോഴത്തേക്കിനെ നോർമലി നമുക്ക് പറയാൻ പറ്റും എ ബി സൈഡും എ സി സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മുടെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എ ബിയും എ സിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എ പി എന്ന് പറയുന്ന അതിന്റെ നടുക്കൂടെ നമ്മൾ മുറിക്കുന്ന ഒരു ലൈൻ ഉണ്ട്, അതായിരിക്കും നമ്മുടെ എ പി. ഓക്കെ, ക്യാൻ യു സീ? അപ്പൊ ഈ എ പി എന്ന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ഫ്രം എ ടു ബി സി. നമ്മുടെ ബേസ് ഏതാണ്? ബി സി അല്ലെ. അപ്പം ഫ്രം എന്ന് ബി സിയിലേക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടും. നമുക്കറിയാം അതിന്റെ സൈഡ്സും ആംഗിൾസ്, രണ്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എ ബി പിയും എ സി പിയും ആണെന്നറിയാം. അതിന്റെ സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പ്രീവിയസ് സെക്ഷനിൽ കണ്ടതാണ്, അതെല്ലാം ഈക്വൽ ആയിരിക്കും. ഇനിയും വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതോ, ഈ പെർപെൻഡിക്കുലർ വന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഒരു ലെന്ത് ഉണ്ടല്ലോ, ബി പി എന്ന് പറയുന്നതും സി പി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാര്യം ഇതിനെ ബൈസെക്ട് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യുവാണ്, മുറിക്കുവാണ്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ മിഡ് പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബി പി ഈക്വൽ ടു സി പി ആണെന്നുള്ളത്. അതേപോലെ തന്നെ ഈ ആംഗിൾ നോക്കിക്കഴിഞ്ഞാലും ഏത് ആംഗിളിനെ
നടുക്കൂടാണ് മുറിച്ചേക്കുന്നത്, എ മുറിച്ചേക്കുവാണ് നടുക്കൂടെ. അപ്പൊ അതേ എന്താണ്, ആംഗിൾ ബി എ പിയും ആംഗിൾ സി എ പി എന്നും പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു ബൈസെക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആംഗിളിനെയും ഡിവൈഡ് ചെയ്യും, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത പെർപെൻഡിക്കുലർ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടും അത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. അതിൽ നിന്നൊരു ഇമ്പോർട്ടന്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇൻ എനി ഐസോസെലസ് ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് ജോയിനിങ് ഈക്വൽ സൈഡ്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ബൈസെക്ട്സ് ദി ആംഗിൾ അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ദ സൈഡ് ഓപ്പോസിറ്റ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അതിനെ ഡിവൈഡ് ചെയ്ത് നമുക്കൊന്ന് ഇച്ചിരി ചെറിയ ചെറിയ പോർഷൻ ആയിട്ട് നോക്കാം. ഇൻ എൻ ഐസോസെലസ് ട്രയാങ്കിളിൽ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് ജോയിനിങ് ഈക്വൽ സൈഡ്സ്. വാട്ട് ഈസ് ദി ഈക്വൽ സൈഡ്സ് ഹിയർ? എ ബിയും എ സി ആണല്ലോ. ഈ ഈക്വൽ സൈഡ്സിനെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏതാണ്? എ ആണല്ലോ, പോയിന്റ് എ ആണല്ലോ. അപ്പം ഈ പോയിന്റ് എയിന്ന് ഒരു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, കറക്റ്റ് 90 ഡിഗ്രിയിൽ വന്ന് മീറ്റ് ചെയ്യുന്ന അർത്ഥം പെർപെൻഡിക്കുലർ. അപ്പം പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കുകയാണ് ഫ്രം ദ പോയിന്റ് വെയർ ജോയിനിങ് ദി ഈക്വൽ സൈഡ്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്. അതാണ് നമ്മുടെ ഈ എ പി എന്നുള്ളത്, നമ്മൾ ഈ വരച്ചേക്കുന്ന ലൈൻ എ പി. അപ്പം ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബൈസെക്ട് ദി ആംഗിൾ അറ്റ് ദിസ് പോയിന്റ്. അതായത് ഈ ഒരു ആംഗിളിനെയും ബൈസെക്ട് ചെയ്യും, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിനെയും ബൈസെക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആംഗിൾ എ എന്ന് പറയുന്നത് ഇപ്പം രണ്ടായിട്ട് അതിനെ മുറിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആംഗിൾ എനെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സൈഡ് ബി സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബി പി ആയിട്ടും അതേപോലെ തന്നെ പി സി ആയിട്ടും. ഓക്കെ, ദിസ് ഇസ് ദ ഇമ്പോർട്ടന്റ് റിസൾട്ട്. ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ നിന്ന് പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് ജോയിനിങ് ഈക്വൽ സൈഡ്സ് is joined to the opposite side, it will bisect that side as well as the angle at this point. Next നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ബൈസെക്ടേഴ്സിനെ പറ്റിയാണ്. അപ്പൊ ബൈസെക്ടേഴ്സ് ഏതൊക്കെ തരത്തിലുണ്ട്? നമുക്ക് രണ്ട് തരം ബൈസെക്ടേഴ്സ് ഉണ്ട്. ലൈൻ സെഗ്മെന്റ് ബൈസെക്ടേഴ്സ് ഉണ്ട്, അതായത് ലൈനുകളെ മുറിക്കാൻ വേണ്ടിയുള്ള മെല്ലെ സെഗ്മെന്റ് ബൈസെക്ട് ചെയ്യാനുള്ള ബൈസെക്ടേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ആംഗിൾ ബൈസെക്ടേഴ്സും ഉണ്ട്. ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ആംഗിളിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ വാട്ട് ഇസ് എ ലൈൻ സെഗ്മെന്റ് ബൈസെക്ടർ? ഇറ്റ്സ് ഡിവൈഡ്സ് എ ലൈൻ ഇൻടു 2 ഈക്വൽ പാർട്സ്. ആൻഡ് ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിവൈഡ്സ് എൻ ആംഗിൾ ഇൻടു 2 ഈക്വൽ പാർട്സ്. ഡിവൈഡ്സ് എൻ ആംഗിൾ. ഓക്കെ, അത് ആ വേർഡ് തന്നെ ഉണ്ട്. ആംഗിൾ ആണെങ്കിൽ ആംഗിൾ ബൈസെക്ട് ചെയ്യാൻ, ലൈൻ ആണെങ്കിൽ ലൈൻ ബൈസെക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ബൈസെക്ടർ എന്ന് പറയുന്ന ഒരു ലൈൻ ആണ്, അത് മനസ്സിലാക്കണം. അത് വേറെ ലൈനെ ബൈസെക്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് എ ലൈൻ ബൈസെക്ടർ. ആംഗിളിനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് എൻ ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, നൗ വാട്ട് ഇസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ? ഈ ലൈൻ സെഗ്മെന്റ് ബൈസെക്ടർ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ട്. സപ്പോസ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഈ ഒരു രണ്ട് ലൈന് കൺസിഡർ ചെയ്ത് രണ്ട് ലൈനായിട്ട്, ഈ ലൈനെ ഞാൻ കറക്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ, ഓക്കെ, കറക്റ്റ് 90 ഡിഗ്രിയിൽ തന്നെ ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ബൈസെക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതിന്റെ ഇടയ്ക്കത്തെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ സപ്പോസ് ദിസ് ഇസ് മൈ FI ആൻഡ് ദിസ് ഈസ് മൈ SH. അപ്പം ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു സെയിം ഫിഗർ തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതായത് നമുക്കൊരു FI ഉണ്ട്, അതേപോലെ തന്നെ ഒരു SH ഉണ്ട്. സോ ദ ബൈസെക്ടർ വിച്ച് ഡിവൈഡ്സ് എ ലൈൻ സെഗ്മെന്റ് ഇൻടു 2 ഈക്വൽ പാർട്സ് അറ്റ് റൈറ്റ് ആംഗിൾ, അതായത് 90 ഡിഗ്രിയിലാണ് അതിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് പാസസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ SH എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൈൻ സെഗ്മെന്റ് ആണ് അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന ലൈൻ സെഗ്മെന്റ് വിച്ച് ഇസ് ടു ബി സെഗ്മെന്റഡ് അല്ലെങ്കിൽ വിച്ച് ഇസ് ടു ബി ഡിവൈഡഡ്. ഇനി FI എന്ന് പറയുന്നത് എന്താണ്, FI വന്നിട്ടാണ് SH നെ മുറിക്കുന്നത് അല്ലെ, അറ്റ് 90 ഡിഗ്രി. സോ ദാറ്റ് ഇസ് FI തന്നെയാണ് നമ്മൾ അപ്പൊ ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് വിളിക്കുക. കാര്യം എന്താണ്, കാര്യം അതിനെ ഡിവൈഡ് ചെയ്യുന്നത് അറ്റ് 90 ഡിഗ്രിയിലാണ്. ഈ ഒരു മാർക്കിംഗ് കാണിച്ചിട്ടുണ്ടല്ലോ, അത് 90 ഡിഗ്രിയിലാണ് എന്നാണ് അർത്ഥം. റൈറ്റ് ആംഗിളിലാണ് വന്ന് കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട്, അങ്ങനെയാണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. നൗ ഈസ് SI ഈക്വൽ ടു IH? യെസ്, ഡെഫിനറ്റ്ലി. കാരണം SI എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടെ ആണല്ലോ പാസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ഹാഫ് ആയിരിക്കും ഈ ഹാഫ്. സോ SI ഇസ് ഈക്വൽ ടു IH. കാര്യം അതിന്റെ ബൈസെക്ട് ചെയ്യാണ്, ഇറ്റ് പാസസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദ സെഗ്മെന്റ്. ഓക്കെ,
Now, next we have to see how to draw a perpendicular bisector. അപ്പൊ നമുക്കിപ്പോ അറിയാൻ പറ്റും, അതായത് ഞാൻ പ്രീവിയസ് ഒരു ഐസോസിസ് ട്രയാങ്കിൾ എടുത്ത് കാണിച്ചിരുന്നു അല്ലെ. ഈ ഐസോസിസ് ട്രയാങ്കിളിനകത്ത് ഈ പോയിന്റ് എ എന്ന് പറയുന്നത് വേർട്ടെക്സ് ആണല്ലോ. വേർട്ടെക്സ് ഈ ഐസോസിസ് ട്രയാങ്കിളിന്റെ ഒരു വേർട്ടെക്സ് ആണ് അല്ലെ, ടോപ്പ് വേർട്ടെക്സ് ആണ് അല്ലെ. അപ്പം ഐസോസിസ് ട്രയാങ്കിളിന് അപ്പൊ അതേപോലെ നമ്മൾ രണ്ട് മൂന്ന് ഐസോസിസ് ട്രയാങ്കിളും കൂടെ വരയ്ക്കെന്ന് വിചാരിക്കുക. ആദ്യത്തെ ഐസോസിസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എ ക്യു ബി, സെക്കൻഡ് ഐസോസിസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എ സി ബി, തേർഡ് ഐസോസിസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എ ആർ ബി. നമുക്ക് കോമ്പസിൽ ഡിഫറെന്റ് റേഡിയസ് വെച്ചിട്ട് നമ്മൾ ഓരോ ഐസോസിസ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ നമ്മൾ മുമ്പേ കണ്ടു അതിന്റെ ടോപ്പ് വേർട്ടെക്സ് ആണ് ബൈസെക്ട് എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു ട്രയാങ്കിൾ ഫസ്റ്റ് ട്രയാങ്കിളിലെ ക്യൂ ആണല്ലോ ടോപ്പ് വേർട്ടെക്സ്, ഇതിലെയോ സി ആണല്ലോ ടോപ്പ് വേർട്ടെക്സ്. ഇനി ആർ എടുത്താലോ മൂന്നാമത്തെ ട്രയാങ്കിളിലെ ടോപ്പ് വേർട്ടെക്സ് ആർ ആയിരിക്കും അല്ലെ. ഈ വേർട്ടെക്സുകളെല്ലാം നമ്മൾ അങ്ങോട്ടൊന്ന് ജോയിൻ ചെയ്ത് നോക്കിക്കേ ആൻഡ് എക്സ്റ്റെൻഡ് ടു എ ബി. ഒരു പോയിന്റ് പി കിട്ടുമല്ലോ. അതായത് ഇതിനെ 90 ഡിഗ്രിയിലാണല്ലോ ഇതിനെ മുറിക്കുന്നത്. അതായത് പറഞ്ഞു വരുന്നത് നമുക്ക് കുറെ ഐസോസിസ് ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ ആ ഐസോസിസ് ട്രയാങ്കിൾസിന്റെ എല്ലാം വേർട്ടെക്സുകൾ ടോപ്പ് വേർട്ടെക്സുകൾ എടുത്ത് ജോയിൻ ചെയ്താലും നമുക്ക് എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഇപ്പൊ ഞാൻ ടോപ്പ് വേർട്ടെക്സ് ജോയിൻ ചെയ്ത് കിട്ടിയ ആ റെഡ് ലൈൻ ആണ്, അതായത് പി ആർ ആയിരിക്കും ഇവിടുത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വിച്ച് വിൽ ബൈസെക്ട് എ ബി. ഓക്കെ, സോ കാര്യം എന്താണ്, അതിന്റെ ടോപ്പ് വേർട്ടെക്സുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ തന്നെയാണ്. ആക്ച്വലി നമുക്ക് എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ ഈ ഓരോ ഐസോസിസ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ്. കാരണം നമുക്ക് അറിയാം രണ്ട് പോയിന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈൻ കിട്ടും അല്ലെ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലൈൻ ആണ്. അതായത് രണ്ട് പോയിന്റ്സ് മതി. അതായത് രണ്ട് ട്രയാങ്കിൾസ് വേണം, രണ്ട് ട്രയാങ്കിൾസിൽ രണ്ട് പോയിന്റ്സ്. അതായത് ഈ ഒരു ക്യൂവും സിയും ഉണ്ടെങ്കിൽ നമുക്കൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതായത് 2 points are only required. ആ 2 points എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഓരോ ട്രയാങ്കിൾ എ ക്യു ബി അല്ലെങ്കിൽ എ സി ബി ഓരോ തവണ വരച്ച് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. എന്നിട്ട് ആ വേർട്ടെക്സുകൾ ജോയിൻ ചെയ്യുന്നതിനേക്കാളും സിമ്പിൾ ആയിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. വാട്ട് ഈസ് ഐഡിയ എന്നുള്ളത് ഇതാണ്. കുറച്ച് നമ്മൾ ഒരു ഐസോസിസ് ട്രയാങ്കിൾ എടുത്തിട്ട് അതിന്റെ വേർട്ടെക്സുകൾ ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ദാറ്റ് ഈസ് എ ബേസിക് ഐഡിയ. ഇനിയും ഓരോ തവണ നമ്മൾ വരയ്ക്കുമ്പോഴും ഈ ഐസോസിസ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത കാണിക്കാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് എ ബി ഇറ്റ്സെൽഫ്. എ ബി എന്ന് തന്നെ വിചാരിക്കാം. ഈ എ ബിന്ന് ഞാൻ കോമ്പസിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോമ്പസ് എടുക്കുക. കോമ്പസിൽ ഒരു പ്രോപ്പർ നമ്മൾ ഇച്ചിരി ഒന്ന് അകത്തുമല്ലോ, നമ്മൾ കോമ്പസിന്റെ അതുപോലെ റേഡിയസ് എടുക്കാന്ന് പറയും. നമ്മൾ കോമ്പസ് ഇച്ചിരി അകത്തേക്ക് കഴിയുമ്പോൾ ഒരു കുറച്ചൊരു റേഡിയസ് കിട്ടും. അത് എയിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു ആർക്ക് എടുത്ത് എ കുത്തി വെക്കുക. അതായത് പ്രോപ്പർ റേഡിയസ് എടുത്തു, അത് എയിൽ കൊണ്ടുവച്ചിട്ട് ആ കോമ്പസ് കൊണ്ടുവച്ചിട്ട് ഒരാർക്ക് മോളി കട്ട് ചെയ്യാം. അതേപോലെ തന്നെ ബിയിലും ആ സെയിം റേഡിയസ് വെച്ച് തന്നെ നമ്മൾ എന്താണ് ആർക്ക് കട്ട് ചെയ്യുന്നു. ഇറ്റ് വിൽ മീറ്റ് അറ്റ് എ പോയിന്റ് ആണല്ലോ. ഇത് നമ്മുടെ എ ബിയിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. വിൽ ദാറ്റ് ബി യുവർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ? യെസ്, ഇത് 90 ഡിഗ്രിയിലായിരിക്കും വന്ന് മീറ്റ് ചെയ്യുക. ഇത് ജോയിൻ ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. ഇതിനെ റിലേറ്റ് ചെയ്ത് തിയറംസ് ഉണ്ട്, അത് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ബട്ട് സ്റ്റിൽ ഫോർ ദി ടൈം ബീങ് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ ചോദിച്ചാൽ ഒരു ലൈൻ സെഗ്മെന്റ് എ ബി എടുത്ത് വരയ്ക്കുക. എ ബിന്ന് കോമ്പസിൽ ഒരു പ്രോപ്പർ റേഡിയസിൽ എ കുത്തി ഒരു ആർക്ക് വരയ്ക്കുക, ബിയിൽ കുത്തി വേറൊരു ആർക്ക് വരയ്ക്കുക. ദി വിൽ ജോയിൻ അറ്റ് എ പോയിന്റ്. അതിനെ നമ്മൾ മിഡിൽ പോയിന്റിലേക്ക്, അതായത് ലെറ്റ് ഇറ്റ് ബി യുവർ പി and let it be your Q. So your PQ will be your perpendicular bisector and your line segment will be AB. ഇപ്പൊ ഇതിനെ കട്ട് ചെയ്യുവാണല്ലോ, അപ്പം ഇവിടെ നമുക്ക് പറയാൻ പറ്റും AP is equal to PB. ഇനി ഇതിനെ വേണമെങ്കിൽ താഴോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ഈ എ എന്ന് വെച്ച് തന്നെ ഈ മോൾ ആർക്ക് കട്ട് ചെയ്തല്ലോ ആ റേഡിയസ് വെച്ചിട്ട്, അതേപോലെ തന്നെ താഴെ നമുക്ക് കട്ട് ചെയ്യാം. ബിന്ന് വീണ്ടും അതേപോലെ തന്നെ ആർക്ക് കട്ട് ചെയ്യാം. അതും ഈ പറഞ്ഞ പോലെ ഈ പീനെ വേണം നമുക്ക് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഹോൾ ലൈൻ വിൽ ബി എ പെർപെൻഡിക്കുലർ. അപ്പൊ ഇത് വേണേൽ ആർ എന്ന് വിളിക്കാം. സോ ക്യു ആർ മൊത്തത്തിൽ വേണമെങ്കിൽ ഒരു
പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യും. അത് ഡിപ്പെൻഡിങ് ഓൺ ദി നമ്മുടെ ആവശ്യം പോലെ, അതായത് നമുക്കിപ്പോൾ ലോങ്ങർ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെന്തി ഉള്ള പെർപെൻഡിക്കുലർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാത്രം കാണിച്ചാലും മതി. ഓക്കെ, so this is how we should draw the perpendicular bisector. അതായത് to draw a perpendicular bisector of AB, join 2 points. What is the step? We have to join 2 points equidistant from AB and extend it to AB. അതായത് 2 points എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ എയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ബിയിൽ നിന്ന് എടുക്കേണ്ടത്. അതായത് നമ്മൾ ഓപ്പോസിറ്റ് എടുത്ത ആ ഒരു റേഡിയസ് നമ്മൾ മാറ്റാൻ പാടില്ല. ആദ്യം എടുക്കുന്നു, എയിൽ കുത്തുന്നു, മുകളിൽ ആർക്ക് കട്ട് ചെയ്യുന്നു, താഴെയും കട്ട് ചെയ്യുന്നു ആവശ്യമെങ്കിൽ. ഇനി അതേപോലെ തന്നെ ബിയിൽ എടുക്കുന്നു, ആർക്ക് കട്ട് ചെയ്യുന്നു, താഴെയും കട്ട് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഈ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. അതായിരിക്കും നിങ്ങളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, ദിസ് ഇസ് ഹൗ വി ഹാവ് ടു ഡു. അപ്പൊ അതാ വേണമെങ്കിൽ ആ ക്യൂവിൻ നമ്മൾ എയിലേക്കൊക്കെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതാണ് ബേസ് ഐഡിയ മുമ്പേ പറഞ്ഞത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. Let's see one question. Draw a line 8 cm long and draw its perpendicular bisector. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുക. ഇനി അതല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലില്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ ഒരു ലൈൻ എടുക്കുക. ആ ലൈനെ ഞാൻ എ ബി എന്ന് വിളിക്കുമെന്ന് വിചാരിക്കുക. അതിന്റെ ലെന്ത് 8 സെന്റിമീറ്റർ എന്ന് തന്നെ എടുക്കണം. ഇനി ഒരു പ്രോപ്പർ റേഡിയസ്, കോമ്പസിൽ ഒരു പ്രോപ്പർ റേഡിയസ് വെച്ചിട്ട് ബിയിൽ കുത്തി ഒരാർക്ക് കട്ട് ചെയ്തു. ആ സെയിം റേഡിയസ് വെച്ച് തന്നെ പോയിന്റ് എയിലും കുത്തിയിട്ട് ഒരാർക്ക് കട്ട് ചെയ്തു. ഇതിനെ ജോയിൻ ചെയ്യുക എ ബിയിലോട്ട്. ലെറ്റ് ഇറ്റ് ബി ദിസ് പോയിന്റ് ബി ഓർ പി വിച്ച് ഇസ് അറ്റ് 90 degree and let it be this intersecting point as Q. So QP will be your perpendicular bisector. Okay, നമ്മുടെ ലൈൻ സെഗ്മെന്റിനെ നമ്മളപ്പോൾ ഡിവൈഡ് ചെയ്തു. വാട്ട് ഈസ് ദ മെഷർമെന്റ് ഓഫ് എ പി? എ പി എന്ന് പറയുന്നത് ഇപ്പൊ എത്ര ആയിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ പി ബി എന്ന് പറയുന്നതും 4 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഇസ് ബൈസെക്ടിങ് ഇറ്റ് ഇൻടു 2 ഈക്വൽ പാർട്സ്. അണ്ടർസ്റ്റുഡ്? നൗ ചെക്ക് ഇൻ നോളേജ്. ഹൗ മെനി പെർപെൻഡിക്കുലേഴ്സ് ക്യാൻ ബി ഡ്രോൺ ഓൺ എ ലൈൻ? അതായത് ഒരു ലൈനിൽ നിങ്ങൾക്ക് എത്ര പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 90 ഡിഗ്രിയിൽ വരുന്നു. അതായത് ഒരു ലൈൻ ഉണ്ട്, ലൈനിൽ നിങ്ങൾക്ക് എത്ര പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൽ എത്ര പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇസ് ഇറ്റ് 0, 1, 2 ഓർ മെനി? ഏത് ഓപ്ഷൻ ആയിരിക്കും വരിക? ഇറ്റ് ഇസ് മെനി. കാര്യം എന്താ വെച്ചാൽ നമുക്കൊരു ലൈൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. 90 ഡിഗ്രി ആണോന്നേ ഉള്ളൂ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് ചോദിച്ചിട്ടില്ല. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ബൈസെക്റ്റും ചെയ്യുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതും വരുന്നത്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിനെ 90 ഡിഗ്രി, ഒരു ലൈൻ വന്നിട്ട് 90 ഡിഗ്രിയിൽ വന്നിട്ട് മീറ്റ് ചെയ്യുന്നു വേറൊരു ലൈൻ, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ 90 ഡിഗ്രി ഉള്ള ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും ഒരു ലൈനിൽ. സോ ദ ആൻസർ വിൽ ബി മെനി. നൗ ഹൗ മെനി ബൈസെക്ടേഴ്സ് ക്യാൻ ബി ഡ്രോൺ ഓൺ എ ലൈൻ? ഒരു ലൈനിൽ നമുക്ക് ആ ലൈന് ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള ആംഗിളിൽ നമുക്ക് വന്നിട്ട് അതിനെ ബൈസെക്ട് ചെയ്യാം. സോ ദ ആൻസർ വിൽ ബി മെനി. Now what is the third question? How many perpendicular bisectors can be drawn on a line? എത്ര perpendicular bisectors? ഈ വേർഡ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പെർപെൻഡിക്കുലർ മാത്രം, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ബൈസെക്ടർ മാത്രം. യു ക്യാൻ ഡ്രോ മെനി ബൈസെക്ടേഴ്സ്. പക്ഷെ തേർഡ് ക്വസ്റ്റ്യൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ഡിവൈഡ് ചെയ്യുകയും വേണം, പക്ഷെ അത് 90 ഡിഗ്രിയിലായിരിക്കണം. കറക്റ്റ് 90 ഡിഗ്രിയിൽ വന്നിട്ടായിരിക്കണം അതിനെ കട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എത്ര എണ്ണം പറ്റും ഒരു ലൈനില്? there is only one perpendicular bisector. നമുക്കൊരു ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈനിൽ ഒറ്റ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. കാരണം എന്നാലല്ലേ ഇത് ഈക്വൽ, ഈ രണ്ട് സൈഡിൽ, ഈ ബൈസെക്ടറിന്റെ രണ്ട് സൈഡിലുള്ള ലെന്തും എന്നാലേ ഈക്വൽ ആവത്തുള്ളൂ, അല്ലെ? സോ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് എത്ര പെർപെൻഡിക്കുലർ വരയ്ക്കാം? മെനി പെർപെൻഡിക്കുലേഴ്സ് ക്യാൻ ബി ഡ്രോൺ. ഇപ്പൊ ഇവിടെ 3A കാണിച്ചിട്ടുള്ളൂ, ഡസന്റ് മീൻ 3A ഉള്ളെന്നല്ല. വി ക്യാൻ ഡ്രോ സോ മെനി പെർപെൻഡിക്കുലേഴ്സ്. ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം, ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാം, അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് എന്താ പെർപെൻഡിക്കുലേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി ബൈസെക്ടേഴ്സ് ആണെങ്കിലോ ഈ പറഞ്ഞ പോലെ തന്നെ എത്ര ആംഗിൾ വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് നമുക്ക് എന്താണ് ഇതിനെ, ഈ ഒരു ലൈനെ ബൈസെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എത്രയാണ്? ആകെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ മാത്രം വെച്ചിട്ടേ നമുക്കൊരു ലൈനെ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് പെർപെൻഡിക്കുലർ എന്നുള്ള വേർഡ് മറക്കരുത്. The meaning is that it is meeting the line at 90 degree. അതുകൊണ്ടാണ് അതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വിളിക്കുന്നത്. ഡിവൈഡും ചെയ്യുന്നുണ്ട്, അതേയൊപ്പം തന്നെ അത് മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? Now the next question is, നമുക്കിപ്പം സപ്പോസ് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പഠിച്ചു, പക്ഷേ
ഇപ്പം ഒരു ലൈനകത്ത് കിടക്കുന്ന തന്നെ ഒരു പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കാനാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? So for example, how do we draw a perpendicular to a line from a specific point on it? അതായത് അങ്ങനെ വരുന്ന പെർപെൻഡിക്കുലറിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ പെർപെൻഡിക്കുലർ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇന്റേണൽ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ നമുക്ക് ലൈനകത്ത് തന്നെയാണ് പോയിന്റ് കിടക്കുന്നത്. സോ സപ്പോസ് ലെറ്റ് ഇറ്റ് ബി ഓർ എ ബി. ഇനി പോയിന്റ് എന്ന് പറയുന്നത് പി ആണെന്ന് വിചാരിക്കാം. ഈ പോയിന്റ് പി അതായത് എന്നും ബിന്നും ഈക്വൽ ഡിസ്റ്റന്റ് ഒന്നും ആവണം എന്നില്ല. എവിടെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ലെറ്റ് മീ ഷോ യു ആണത്. അതായത് ഞാനിപ്പം വേറൊരു ലൈൻ വരച്ചു കഴിഞ്ഞാല് ദിസ് ഈസ് യോർ എ ബി. ഐ ക്യാൻ ചൂസ് എ പോയിന്റ് ഓവർ ഹിയർ പി. ഇവിടെയും ചൂസ് ചെയ്യാം. ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. അപ്പൊ ഇവിടെ ഇപ്പൊ സപ്പോസ് ഞാൻ പി ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഈ പിക്ക് ഈക്വൽ ഡിസ്റ്റന്റ് ആയിട്ട് വേറെ 2 പോയിന്റ്സ് കൂടെ ജോയിൻ ചെയ്യാം. അപ്പൊ അത് കോമ്പസിൽ ഞാനൊരു 1 സെന്റിമീറ്റർ അകലെ അതിന്റെ ഈക്വൽ ഡിസ്റ്റന്റ് പിയിൽ നിന്ന് ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും ചൂസ് ചെയ്യുന്ന വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി എക്സ് ആൻഡ് വൈ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ഡിസ്റ്റന്റ് ഫ്രം പി. നമുക്ക് എ ബി ഉണ്ട്, പോയിന്റ് പി ഉണ്ട്. ഇനി പിയിൽ നിന്നാണ് വേറെ 2 പോയിന്റ്സിനെ ഞാൻ ചൂസ് ചെയ്തത്. ഏത്? എക്സും വൈയും. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ഡിസ്റ്റന്റ് ഫ്രം പി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിൽ വെച്ചിട്ട് ഒരു പ്രോപ്പർ റേഡിയസ് എടുക്കുക. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ കോമ്പസിൽ ഒരു പ്രോപ്പർ റേഡിയസ് എടുത്തിട്ട് എക്സിൽ കുത്തിയിട്ട് ഒരാർക്ക് കട്ട് ചെയ്യുക, വൈയിൽ അതേ റേഡിയസ് വെച്ച് തന്നെ കട്ട് ചെയ്യുക. വേണമെങ്കിൽ താഴെയും റിപ്പീറ്റ് ചെയ്യാം. ദേ വിൽ മീറ്റ് അറ്റ് എ പോയിന്റ്. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്ത് നോക്കിക്കേ. യു വിൽ ഗെറ്റ് എ പെർപെൻഡിക്കുലർ. ഓക്കെ, സോ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഡസന്റ് മീൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഹൗ ടു ഡ്രോ എ പെർപെൻഡിക്കുലർ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു ലൈനകത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. ഓക്കെ, ഇതിപ്പം ഈക്വൽ ഡിസ്റ്റന്റ് അല്ലല്ലോ. എ പി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു പി ബി. അത് ശ്രദ്ധിക്കണം. കാരണം പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നല്ല പറഞ്ഞേക്കുന്നത്, പെർപെൻഡിക്കുലർ വരയ്ക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനിയും അതേപോലെ തന്നെ പി എ പി പി ആണെങ്കിൽ പി എന്നൊരു ഈക്വൽ ഡിസ്റ്റന്റ് 2 പോയിന്റ് എടുക്കുന്നതാണെങ്കിൽ എക്സ് വൈ ആണെങ്കിൽ ഇതിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ പി കൂടെ പാസ് ചെയ്യും. ബട്ട് ഡസന്റ് മീൻ എ പിയും പി ബിയും ഈക്വൽ ആണോന്നില്ല. എ പി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ലെസ് ദാൻ പി ബി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നൗ അനദർ ടൈപ്പ് ഇസ് ഹൗ ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം എ പോയിന്റ് നോട്ട് ഓൺ ദ ലൈൻ. അതായത് ഇപ്പൊ നമുക്കൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം, എ പി. ഇപ്പൊ പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് ഓൺ ദി ലൈൻ. മുമ്പേ പി എന്ന് പറയുന്നത് എ ബി തന്നെ ആയിരുന്നു. ഇപ്പം സംവെയർ ഔട്ട്സൈഡ്. ഇപ്പൊ ഈ പോയിന്റ് പി. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക? ഈ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് പിയിൽ കുത്തിയിട്ട് എവറിത്തിങ് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പോയിന്റ് പിയിൽ കുത്തുക, ഒരു പ്രോപ്പർ റേഡിയസ് എടുക്കുക. റേഡിയസ് എടുത്തിട്ട് പിയിൽ കുത്തിയിട്ട് എ ബിയിലോട്ട് നമ്മൾ ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. പിയിൽ കുത്തിയിട്ട് നമ്മൾ താരെ എ ബിയിലോട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ദേ വിൽ മീറ്റ് അറ്റ് 2 പോയിന്റ്സ്. ലെറ്റ് ഇറ്റ് ബി എക്സ് ആൻഡ് ലെറ്റ് ഇറ്റ് ബി വൈ. ഓക്കെ, സോ ഇനി ഈ 2 പോയിന്റ്സ് കിട്ടിയില്ല, എക്സും വൈയും. ഇനിയും നമ്മളെ മുമ്പത്തെ പോലെ തന്നെ എക്സിന്ന് ഒരു പ്രോപ്പർ റേഡിയസ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക, വൈന്ന് ഒരു പ്രോപ്പർ റേഡിയസ്, സെയിം റേഡിയസ് തന്നെ എക്സിന്ന് എടുത്ത് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇതിനെ ജോയിൻ ചെയ്ത് വിടുക. ദേ വിൽ മീറ്റ്. അപ്പൊ ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഇതിപ്പോ ഞാൻ ഹാൻഡ് ഡ്രോൺ വരയ്ക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ കറക്റ്റ് കോമ്പസും സ്കെയിലും ഒക്കെ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് തന്നെ കിട്ടും. ദിസ് പെർപെൻഡിക്കുലർ ഷുഡ് ബി എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഒരു വളവും ചരിവും ഒന്നും ഇല്ല. ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ഷുഡ് ഡ്രോ ആൻ ഇന്റേണൽ പെർപെൻഡിക്കുലർ ആൻഡ് എക്സ്റ്റേണൽ പെർപെൻഡിക്കുലർ. ഇന്റേണൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല. സോ ഡസന്റ് മീൻ അതിനെ ബൈസെക്ട് ചെയ്യുന്ന ഈക്വൽ ആയിട്ടാണെന്നുള്ള ഒന്നും കോൺസെപ്റ്റ് വരുന്നില്ല. അത് പോയിന്റ് നമ്മുടെ ലൈനിൽ തന്നെ കിടക്കുന്ന കേസും ഔട്ട്സൈഡ് ദി ലൈനും ഉള്ള കേസസ് ആണിത്. ഓക്കെ, നൗ കമ്മിങ് ടു ആംഗിൾ ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ടർ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ബൈസെക്ടർ, ഒരു ലൈൻ ഉണ്ടാവും വിച്ച് ഡിവൈഡ്സ് ദ ആംഗിൾ ഇൻടു 2 ഈക്വൽ പാർട്സ്. ഡസന്റ് മീൻ, വാട്ട് ഡസ് ഇറ്റ് മീൻ? അതായത് നമുക്കിപ്പോ ഒരു ആംഗിൾ ഉണ്ട്, 2A ഡിഗ്രി ഉള്ള ആംഗിൾ ഉണ്ടെങ്കിൽ അതിനെ ബൈസെക്ട് ചെയ്ത് കഴിയുമ്പം അതിന്റെ ഹാഫ് ആവുമല്ലോ. ദാറ്റ് ഇസ് 2A/2. അതായത് നമുക്ക് കിട്ടുന്ന ഓരോ ആംഗിളും എത്രയായിരിക്കും? ആംഗിൾ A ആയിരിക്കും. അതായത് ഇപ്പം ബൈസെക്ടർ ആണ് ഇതെങ്കിൽ ഇതിനെ കട്ട് ചെയ്യുമ്പം മൊത്തം ഇത് 2A ആയിരുന്നു അല്ലെ, 2A ഡിഗ്രി.
കട്ട് ചെയ്ത് കഴിയുമ്പം ഇത്രയും എ ആയിട്ട് മാറുന്നു. സോ ദിസ് ഈസ് വാട്ട് an angle bisector divides an angle into two equal parts and it passes through the vertex of the angle. ആ ആംഗിളിന്റെ വേർട്ടെക്സ് ഏതാണ്? ഈ പോയിന്റ് ആണ്. ലെറ്റ് ഇറ്റ് ബി O. അപ്പൊ ഓയിൽ കൂടാണ് ഈ ബൈസെക്ടർ പാസ് ചെയ്യുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിലോ മിഡ് പോയിന്റ് കൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഇനി ബൈസെക്ടർ ആണെങ്കിലോ ദാറ്റ് വിൽ പാസ് ത്രൂ ദി വേർട്ടെക്സ് ഓഫ് ദി angle bisector. Okay. Now, let's see the questions. Draw an angle of 75 degree and draw a bisector. അപ്പൊ നമുക്ക് ഈ 75 ഡിഗ്രി നമുക്ക് വരയ്ക്കാം, ചുമ്മാതെ വരയ്ക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് പ്രൊട്രാക്ടറിന്റെ ഹെൽപ്പ് വേണം. അല്ല സിമ്പിൾ വേ ഒന്നും ഇല്ല 75 ഡിഗ്രി വരയ്ക്കാൻ. സോ ജസ്റ്റ് ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക, AB. അതിനൊരു മെഷർമെന്റ് ഇട്ടോണം. ഇനിയും എയിൽ കുത്തിയിട്ട് നമ്മൾ പ്രൊട്രാക്ടറിൽ നമ്മൾ എന്താണ് ഒരു അറൌണ്ട് ഒരു 75 ഡിഗ്രി, അറൌണ്ട് അല്ല 75 ഡിഗ്രി നമ്മൾ വരയ്ക്കണം. പ്രൊട്രാക്ടറിൽ എടുത്തിട്ട് 75 ഡിഗ്രി എവിടാന്ന് നോട്ട് ചെയ്തിട്ട് നമ്മൾ 75 ഡിഗ്രി വരച്ചു. ഈ ലൈനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു കോമ്പസില് ഒരു പ്രോപ്പർ റേഡിയസ് എടുത്തിട്ട് എയിൽ പോയിന്റ് കുത്തിവെക്കാം. കോമ്പസിന്റെ ഒരു പോയിന്റ് കുത്തി വെച്ചിട്ട് നമ്മളൊരു ആർക്ക് ഒന്ന് കട്ട് ചെയ്തേ. അപ്പൊ ഇത്രയാണ് നമുക്ക് 75 ഡിഗ്രി കിട്ടിയേ. ഒരു ആർക്ക് കട്ട് ചെയ്തു. ആ ആർക്ക് എവിടൊക്കെ പോയി വന്ന് വീഴും? ആർക്ക് എവിടൊക്കെ കട്ട് ചെയ്യും? പോയിന്റ് ലെറ്റ് ഇറ്റ് ബി എക്സും ആൻഡ് ലെറ്റ് ഇറ്റ് ബി വൈ. എക്സും വൈയിലും വന്ന് മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? എ ബി വരയ്ക്കുന്നു. എ ബിയും 75 ഡിഗ്രി എടുത്ത് വരയ്ക്കുന്നു. ലെറ്റ് ഇറ്റ് ബി സി. ഇനിയും ആ എ സി, ഇപ്പൊ സി എ ബി എന്ന് പറയുന്നതാണ് ആംഗിൾ. സി എ ബി മൊത്തമാണ് 75 ഡിഗ്രി എന്ന് പറയുന്നത്. അതിന്റെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ആംഗിൾ എടുക്കുക, ആ ആംഗിള് വരച്ചു കഴിഞ്ഞിട്ട് അത് എ കുത്തിയിട്ട് ഒരു പ്രോപ്പർ റേഡിയസ് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ആർക്ക് കട്ട് ചെയ്യുമ്പം എ സി എന്ന് പറയുന്ന റേയിലും എ ബി എന്ന് പറയുന്ന റേ അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റിൽ രണ്ട് പോയിന്റ്സിൽ വന്ന് മീറ്റ് ചെയ്യും. ലെറ്റ് ഇറ്റ് ബി എക്സ് ആൻഡ് വൈ. ഇനി എക്സിലും വൈയിലും കുത്തിയിട്ട് നമ്മൾ എന്താണ് ഓരോ ബൈസെക്ടർ കട്ട് ചെയ്യുന്ന പോലെ മുമ്പത്തെ പോലെ സെയിം റേഡിയസ് എടുക്കാം, അല്ലെങ്കിൽ മോർ ദാൻ ഹാഫ് ഓഫ് ദ റേഡിയസ് എടുത്തിട്ട് നമ്മൾക്ക് കട്ട് ചെയ്യുന്നു. അപ്പൊ ഒരു പോയിന്റ് ജോയിൻ ചെയ്യും, ഇന്റർസെക്ട് ചെയ്യും. അതിനെ നമ്മൾ ഈ എയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇറ്റ് ഇസ് നോട്ട് കമ്മിങ്, നമ്മൾ ഹാൻഡ് ഡ്രോൺ വരയ്ക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇതിന്റെ ഏകദേശം ഇതിന്റെ വേർട്ടെക്സിൽ കൂടെ പോകുന്ന ഒരു ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ വാട്ട് ഇസ് ഇതിനെ ഞാനിപ്പം ഇ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ യോർ ആംഗിൾ ഇ എ ബി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 75ന്റെ ഹാഫ്. 75ന്റെ ഹാഫ് എത്ര ആണ്? വിച്ച് ഇസ് നത്തിങ് ബട്ട് 37.5 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇ എ ബി തന്നെ ആയിരിക്കും ആംഗിൾ സി എ ഇയും ആണല്ലോ. ബിക്കോസ് ബോത്ത് ആർ 37.5. ഇത് ബൈസെക്ടർ ആണ്, ബൈസെക്ട് ചെയ്യുന്നു ദാറ്റ് ആംഗിൾ ഇൻറ്റു 2 ഈക്വൽ ഹാഫ് ആയിട്ട്. ഓൾറൈറ്റ്, ദിസ് ഇസ് ഹൗ വി ഷുഡ് ഡ്രോ ആൻ ആംഗിൾ. ഇനി കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ടി കൂടുമ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡ്രോ എ ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഡ്രോ എ ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി ഈക്വൽ ടു 8 സെന്റിമീറ്റർ, ആംഗിൾ എ ഇസ് ഈക്വൽ ടു 22.5 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 72.5. അതായത് നമ്മൾ റഫ് ഡയഗ്രം വരയ്ക്കുവാണെങ്കിൽ എ ബി നമ്മൾ ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 8 സെന്റിമീറ്റർ ഉള്ള എടുത്തു. ഒരു റഫ് ഡയഗ്രം വരച്ച് നോക്കാം, എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്താൽ മതി. ആംഗിൾ എ 28.5, അതായത് ഏകദേശം ഒരു ചെറിയൊരു ആംഗിൾ വരും, 28.5 വരും. ബി എന്ന് പറയുന്നത് 72.5, ഏകദേശം ഇത്രയും ഒരു കുറച്ചുകൂടെ വലിയ ആംഗിൾ ആണല്ലോ, 72.5 ഡിഗ്രി വരും. അപ്പൊ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാണ് പറയുന്നത്. പക്ഷെ നമുക്ക് 28.5 ബൈസെക്ടർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യണം. അപ്പം ഒത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. ആംഗിൾ എ തന്നേക്കുന്നതിന്റെ ഡബിൾ എടുക്കാം. 28.5ന്റെ ഡബിൾ എത്ര ആയിരിക്കും? 57 ഡിഗ്രി. ഇനി 72.5ന്റെ ഡബിൾ എത്ര ആയിരിക്കും? 145 ഡിഗ്രി ആണല്ലോ. ആദ്യം ഈ രണ്ട് ആംഗിൾസ് ഒന്ന് എടുത്തു വെക്കാം. അതായത് എ എന്ന് പറയുന്നത് എ ബി എടുത്തു, ഒരു 8 സെന്റിമീറ്റർ ഉള്ള ലെന്ത് എടുത്തു. എയിലാണ് 57 ഡിഗ്രി ഒന്ന് എടുത്തു വെച്ചേ. അതായത് നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 57 ഡിഗ്രി നമ്മൾ എടുത്തു വെക്കുന്നു. ഓക്കെ, ഇനി ബിയിലാണെങ്കിലോ 145 ഡിഗ്രി. അതായത് ഫ്രം ഹിയർ ആണ് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മുടെ ബേസ് ഇങ്ങോട്ടാണ്. അപ്പം ഇവിടുന്ന് എടുക്കുമ്പോൾ തന്നെ ഇവിടുന്നാണ് കൗണ്ട് ചെയ്യുന്നത്. 145 എന്ന് പറയുന്നത് സംവെയർ അറൌണ്ട് ഹിയർ ആവും. അപ്പൊ ഇത് മൊത്തമാണ് നിങ്ങൾക്ക് കിട്ടുന്ന 145 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനിയും
നെക്സ്റ്റ് ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ പൊട്രാക്ടറും കോമ്പസും വെച്ചിട്ടാണ് നമ്മൾ ഇത് മൊത്തം കൺസ്ട്രക്ഷൻ വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ പൊട്രാക്ടർ വെച്ചിട്ട് 57 ഡിഗ്രി വരച്ചു, 145 ഡിഗ്രി വരച്ചു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് കോമ്പസിൽ ഒരു പ്രോപ്പർ റേഡിയസ് എടുത്തിട്ട് എയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതേപോലെ ബിയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് പോയിന്റ്സ് കിട്ടും, ഡിഫറെന്റ് പോയിന്റ്സ് കിട്ടുമല്ലോ. ഓരോ പോയിന്റ്സ് ഞാനിപ്പോ മാർക്ക് ചെയ്യണം. ഇത് എക്സ്, ഇത് വൈ ആയിട്ട് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിനെ ഞാൻ പി, ഈ പോയിന്റിനെ ഞാൻ ക്യൂ ആയിട്ടും എടുത്തു. ഇനി എക്സും വൈയിൽ നിന്നും ഞാൻ ഓരോ ആർക്ക് കട്ട് ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, ആൻഡ് ജോയിൻ ദിസ് ടു എ. അതേപോലെ തന്നെ പിയും ക്യൂവും സെന്റർ ആക്കിയിട്ട് ഞാനൊരു ആർക്ക് കട്ട് ചെയ്തു, പിയും ക്യൂവിനെയും സം റേഡിയസ്. ആ റേഡിയസ് എന്ന് പറയുന്നത് പിയിൽ കുത്തുന്ന അതേ റേഡിയസ് തന്നെ ആയിരിക്കണം ക്യൂവിലും കുത്തുന്നത്. ആൻഡ് ജോയിൻ ദിസ് ടു ബി, ബിക്ക് വേണ്ടിയല്ലേ. അപ്പം ഈ രണ്ട് ലൈൻസിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയേ. ഈ രണ്ട് ലൈൻസ് വീണ്ടും ജോയിൻ ചെയ്യും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ. ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് സി, വിച്ച് ഈസ് യുവർ ട്രയാങ്കിളിന്റെ തേർഡ് വേർട്ടെക്സ് അല്ലെ. സോ യുവർ ട്രയാങ്കിൾ ACB ഇസ് റെഡി നൗ. മനസ്സിലായോ? ഈ ഒരു ഷെയ്ഡ് റീജിയൻ മൊത്തം നിങ്ങളുടെ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, സോ ട്രയാങ്കിൾ ACB ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കേണ്ടത്. സോ തരുന്ന ആംഗിൾ ഉണ്ടെങ്കിൽ അതിന്റെ ജസ്റ്റ് കൂടുതൽ എടുക്കാം. ഓക്കെ, ഇനി അതല്ല നമുക്കിപ്പോ ആംഗിൾ 28.5 വേണം, നമുക്ക് ആ ഒരു ട്രയാങ്കിളിനകത്ത് ഇത്രയും ആംഗിൾ എത്ര ആകാവൂ, 28.5 വരാവൂ. അല്ലെങ്കിൽ ആംഗിൾസ് ബിയിലുള്ള ഇത്രയും ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞുള്ള അത്രയും ആംഗിൾ എത്രയാ, 72.5 വരാവൂ. അപ്പൊ അതിന് നമ്മൾ എന്താണ്, ആംഗിൾ ബൈസെക്ടർ ആണ്. സോ അതിന്റെ ജസ്റ്റ് ഡബിൾ എടുക്കുക, ഡബിൾ എടുത്ത് വരച്ചിട്ട് അതിന്റെ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ ചെയ്യുന്നു. ഓൾറൈറ്റ്, ഡ്രോ എ സ്ക്വയർ where each side is 4 centimeter long. ഇതെങ്ങനെയായിരിക്കും നിങ്ങൾ വരയ്ക്കുക? ഡ്രോ എ സ്ക്വയർ where each side is 4 centimeter long. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് ഇതിന്റെ ഒരു യൂസ് എന്ന് നമ്മൾ വിചാരിക്കും. ആക്ച്വലി യൂസ് ഉണ്ട്. അതായത് നിങ്ങൾക്കിപ്പം ഒരു 4 centimeter ഉള്ള സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വെറുതെ സിമ്പിൾ ആയിട്ട് വരയ്ക്കും, ഓൾ ആ 4 centimeter സ്ക്വയർ. പക്ഷെ ഇത് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു, ലെറ്റ് ഇറ്റ് ബി, മാർക്ക് ഇറ്റ് ആസ് AB. അത് 8 സെന്റിമീറ്റർ ഉള്ള ലൈൻ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റിന് തന്നേക്കുന്ന 4 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ സ്ക്വയറിന് 4 സെന്റിമീറ്റർ സൈഡ് മതി. പക്ഷെ നമ്മൾ ലൈൻ സെഗ്മെന്റ് AB എടുക്കുമ്പോൾ അതിന്റെ ജസ്റ്റ് ഡബിൾ. ഇപ്പൊ 8 സെന്റിമീറ്റർ കൊടുത്താൽ 16 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക. ഇപ്പൊ 4 സെന്റിമീറ്റർ ആയതുകൊണ്ട് 8 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുന്നു, AB വരയ്ക്കുന്നു. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു, ഈ എയിൽ വെച്ചിട്ട് അടുത്ത പോയിന്റ് കട്ട് ചെയ്തു, വി ആർ ജോയിനിങ് ദിസ് ലൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിന്റെ പേരാണ് P ആൻഡ് ദിസ് ഇസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണല്ലോ. അപ്പം ഈ 8 സെന്റിമീറ്റർ ഉള്ളതിനെ ബൈസെക്ട് ചെയ്ത് കഴിയുമ്പം എത്രയായിരിക്കും കിട്ടുക? PB 4 സെന്റിമീറ്റർ. അതായത് നമ്മുടെ സ്ക്വയറിന്റെ ഈ ഒരു ബേസ് സൈഡ് കിട്ടുമല്ലോ. യു ക്യാൻ ചെക്ക് വിത്ത് ദിസ്. ഓക്കെ, സോ ഇത്രയെന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണല്ലോ. ഇനി വീണ്ടും പിയിൽ കുത്തിയിട്ട് നമുക്ക് എത്രയാണ്, സ്ക്വയറിന്റെ എല്ലാം 4 സെന്റിമീറ്റർ ആണ്. സോ പിയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അത് ലെറ്റ് ഇറ്റ് ബി യോർ R. ഓക്കെ, 4 സെന്റിമീറ്റർ ആയിരിക്കണം. കറസ്പോണ്ടിംഗ്ലി ബിന്ന് ഒരു ലൈൻ നമുക്ക് വരയ്ക്കാമല്ലോ. 4 സെന്റിമീറ്റർ ഉള്ള ലൈൻ ജോയിൻ ചെയ്ത് ബിന്നും 4 സെന്റിമീറ്റർ ഉള്ള ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ആറിൽ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ബിന്നും 4 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പോയിന്റ് ലെറ്റ് ഇറ്റ് ബി Q. നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം എന്താണ്? 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആയിരിക്കും. സോ വാട്ട് ഈസ് യുവർ സ്ക്വയർ ഹിയർ? R Q B P ആയിരിക്കും നിങ്ങളുടെ സ്ക്വയർ. ഓക്കെ, സോ അപ്പം 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ 8 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ PB എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ ആ ലെന്ത് 4 സെന്റിമീറ്റർ ലെന്ത് എടുത്തിട്ട് പിയിൽ നിന്ന് മുകളിലേക്ക് ഒരു ആർക്ക് കൊടുത്തു, കാരണം നെക്സ്റ്റ് വേർട്ടെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ആറിൽ നിന്ന് നെക്സ്റ്റ് വേർട്ടെക്സ് എടുക്കുക, ബിന്ന് നെക്സ്റ്റ് വേർട്ടെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 4 സെന്റിമീറ്റർ എടുത്തിട്ട് കട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് പോയിന്റ് P. അതിനെ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് എ സ്ക്വയർ RQBP. സോ ദിസ് ഇസ്
ആക്ച്വലി നമ്മൾ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കുറച്ചുകൂടെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് ഈസിലി ഒരു ഫ്ലെക്സിബിൾ ആവുന്നത്. അപ്പൊ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം ഇതാണെങ്കിലും നിങ്ങൾ ഇപ്പൊ ഹാൻഡ് ഓൺ വരച്ചുകൊണ്ട് അത്രയും പെർഫെക്ഷനിൽ വരുത്തില്ല. ബട്ട് ഒരു ഐഡിയ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ്സ് സീ അനദർ ക്വസ്റ്റ്യൻ. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് ദി ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ ത്രീ angles. Draw a triangle and the bisectors of all three angles. Do all three bisectors intersect at the same point? അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞേക്കാണ്. വരച്ചോളൂ, ഒരു സിമ്പിൾ ഒരു ട്രയാങ്കിൾ വരച്ചോളൂ. ഇപ്പൊ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും നമ്മളോട് ഇന്ന മെഷർമെന്റ് വേണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഏത് ഷേപ്പ് ഉള്ള ഒരു ട്രയാങ്കിൾ വേണേലും വരയ്ക്കാം. ലെറ്റ് ഇറ്റ് ബി ABC. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. And we have to draw the bisectors of all three angles. അതായത് ആംഗിൾ ബൈസെക്ടർ ആണ് വരയ്ക്കേണ്ടത്. അപ്പം എയുടെ ഒരു ആംഗിൾ ബൈസെക്ടർ ഞാൻ വരച്ചു കഴിഞ്ഞാൽ എന്ന് ബൈസെക്ട് ചെയ്യുന്ന ഏകദേശം ഇങ്ങനെ വരും, ബിന്ന് ബൈസെക്ട് ചെയ്യുന്നത് ഇങ്ങനെ വരും, സിന്ന് ബൈസെക്ടർ വരച്ചാലും ഇതിങ്ങനെ പോകും. അതായത് എയിൽ നിന്നുള്ളതും ബൈസെക്ടറും ബിയിൽ നിന്നുള്ള ബൈസെക്ടറും സിയിൽ നിന്നുള്ള ബൈസെക്ടറും എല്ലാം ഒരു പോയിന്റിലായിരിക്കും ജോയിൻ ചെയ്യുക. ഓക്കെ, and the question is, do all three bisectors intersect at the same point? Yes, they intersect at the same point. എയിൽ നിന്ന് വരുന്നു, ബിയിൽ നിന്ന് വരുന്നു, സിയിൽ നിന്ന് വരുന്നു, എല്ലാം ഒരൊറ്റ പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കണം. നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പം ചെറിയ ലൈൻ ആയിരിക്കും വരയ്ക്കുന്നെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ബിയും സിയും എന്നുള്ള എല്ലാ ബൈസെക്ടറും എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പം ദേ മീറ്റ് അറ്റ് എ പോയിന്റ്. ചിലപ്പോൾ അത് മീറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ട്രയാങ്കിൾ എടുത്ത് അതിന്റെ ബൈസെക്ടേഴ്സ് എപ്പോൾ നമ്മൾ ജോയിൻ ചെയ്താലും അതെല്ലാം ഇന്റർസെക്ട് ചെയ്യുന്നത് സെയിം പോയിന്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ആർ ഡൂയിങ് ദി ആംഗിൾ ബൈസെക്ടർ പ്രോബ്ലംസ്. ഇപ്പൊ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനായിരിക്കത്തില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഉള്ള ഒരു കുറച്ചുകൂടെ ഒരു അപ്ലൈ തിങ്കിങ് ലെവൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ലൈക്ക് നേരത്തെ കണ്ട സ്ക്വയറിന്റെ പ്രോബ്ലം, പിന്നെ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ടുള്ളത്. ആക്ച്വലി ട്രയാങ്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് യൂഷ്വലി പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് കുറച്ചൊരു ഹയർ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഡയറക്റ്റ് സിംപ്ലി ആംഗിൾ ബൈസെക്ടർ ചോദിക്കാൻ ആയിരിക്കത്തില്ല നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക. ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ ആയിരിക്കത്തില്ല നിങ്ങളോട് എക്സാമിനോട് ചോദിക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്ക്വയറിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് യൂസ് ചെയ്തത്. ഇവിടെ വന്നപ്പം ആംഗിൾ ബൈസെക്ടറിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വൺ ലാസ്റ്റ് സിമ്പിൾ പ്രോബ്ലം. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് BD is the angle which bisects the angle ABC in two equal angles? അതായത് ഇത്രയുള്ള സംഭവം BD എന്ന് പറയുന്നത് ഒരു ബൈസെക്ടർ ആണെന്നാണ് പറയുന്നത്. എന്ത് ബൈസെക്ടർ ആണ്? ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, സോ അതെന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന മൊത്തം ആംഗിളിനെ എന്താണ് ഡിവൈഡ് ചെയ്തു ഈക്വൽ ആയിട്ട്. സോ 80 ഡിഗ്രി ആണ് ഒരു ആംഗിൾ, ബാക്കി കിട്ടിയത് 2x. Will that be equal? Yes. നമുക്ക് കണ്ടുപിടിക്കാം എക്സിന്റെ വാല്യൂ. നമുക്കപ്പോൾ അറിയാം ആംഗിൾ ബൈസെക്ടർ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഈക്വൽ ആംഗിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 2x is equal to 80 and your x will be 80/2 which is equal to 40 ഡിഗ്രി. ഇപ്പൊ എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും? x is equal to 40 ഡിഗ്രി ആണ്. അപ്പം വേണേ ചെക്ക് ചെയ്യാം. 2x എന്ന് പറയുമ്പോഴത്തേന് 2 into 40 which is equal to 80 ഡിഗ്രി. അതായത് ഇവിടെ 80 ഡിഗ്രി, ഇവിടെ 80 ഡിഗ്രി കിട്ടും. സോ ടോട്ടൽ ഉള്ള ആംഗിൾ ABC വേണമെങ്കിലും ചോദിക്കാം ഈ ക്വസ്റ്റിനിൽ നിന്ന്. ആംഗിൾ ABC എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 160 ഡിഗ്രി ആയിരിക്കും അല്ലെ? 80 + 80 അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഇവിടെ ഇപ്പൊ എക്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എക്സ് മാത്രം കണ്ടുപിടിച്ചു വെക്കുക. വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 2x എന്ന് പറയുമ്പോൾ 2 into 40 ദാറ്റ് ഇസ് 80 ഡിഗ്രി. അതായത് മറ്റേ ആംഗിളിന്റെ തന്നെ സെയിം ആണോ എന്നും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. ആംഗിൾ ABC എത്രയാണ്, ടോട്ടൽ ആംഗിൾ എത്രയാണെന്നായിരിക്കും ചോദിക്കുക. Okay, that is how we should approach the problems. Okay, basic concept മനസ്സിലായിട്ട് അതിന്റെ അപ്ലൈ ചെയ്തുള്ള പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലും ചോദിക്കുക. Now coming to the summary section. So നമ്മൾ കണ്ടു ബൈസെക്ടർ എന്ന് പറയുന്നത് ഒരു ലൈൻ that divides another line into two equal halves, അല്ലെങ്കിൽ an angle-നെ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് ഈക്വൽ പാർട്സ് ഡിവൈഡ് ചെയ്യുന്ന ലൈനെ ബൈസെക്ടർ എന്ന് വിളിക്കും. And what is perpendicular bisector? This divides a line segment into two equal parts
at 90 degree. 90 ഡിഗ്രിയിലായിരിക്കും അതിനെ വന്ന് ഡിവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ആംഗിൾ ഇസ് 90 ഡിഗ്രി. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വിളിക്കുന്നത്. ആൻഡ് വി ഹാവ് സീൻ ആംഗിൾ ബൈസെക്ടർ എന്താന്ന് കണ്ടുപിടിച്ചു. അതായത് ഒരു 2p ആംഗിൾ ഫുൾ ആംഗിൾ ഉള്ളതാണെങ്കിൽ ബൈസെക്ട് ചെയ്ത് വരുമ്പോൾ അത് പി ഡിഗ്രി ഉള്ള ആംഗിൾസ് ആയിട്ട് മാറും. പി ഡിഗ്രി ആയിട്ട്. ഓക്കെ, ഇനി അതല്ല പി ഡിഗ്രി ഉള്ള ആംഗിൾ ആണ് ബിഫോർ എങ്കിൽ അതിനെ ബൈസെക്ട് ചെയ്ത് വരുമ്പോൾ വി ഗെറ്റ് p/2. സോ ഈ ഒരു കോൺസെപ്റ്റും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. hope this concept is very clear to you and understand and help you in solving more problems. So കുറച്ചുകൂടെ പ്രോബ്ലംസ് പ്രാക്ടീസോടെ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മുടെ കോൺസെപ്റ്റ് പക്കായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. Manorama Horizon, learning made simple.